ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ കോടതിയുടെ പരാമർശം SIT നേരായ വഴിയിലാണ് പോകുന്നത്, ശരിയായ ദിശയിലാണ് പോകുന്നത്. SITയുടെ അന്വേഷണത്തിൽ കോടതിക്കൊരു സംശയവുമില്ല. ഞങ്ങൾ തന്നെ നിശ്ചയിച്ച, ഞങ്ങൾ തീരുമാനിച്ച ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്നുള്ള വ്യക്തമായ നിലപാട് കോടതി പറയുമ്പോൾ അത് സർക്കാരിന് ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്. കാരണം സർക്കാർ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് SITയുമായി ബന്ധമില്ല, അത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, കോടതിയുടെ നിരീക്ഷണത്തിൽ ആ അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ഇതൊരു വിജയമായി ചിലരെങ്കിലും പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കോടതിയുടെ പരാമർശത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ വലിയ സമരം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം പറഞ്ഞ മറുപടി ഇതാണ്: ഈ സമരം ഹൈക്കോടതിക്കെതിരായിട്ടുള്ള സമരമാണ്. SITയെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അന്വേഷണ റിപ്പോർട്ടുകൾ സീൽഡ് കവറിൽ സ്വീകരിച്ച് അത് പരിശോധിച്ച് അതുവരെ നടത്തുന്ന അന്വേഷണം കൃത്യമായി പരിശോധിച്ച് ഏതെല്ലാം മേഖലയിലേക്ക് ഇതിന്റെ അന്വേഷണം പോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്ന ഹൈക്കോടതിയാണ്. അപ്പോൾ അത്തരത്തിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT അന്വേഷിക്കേണ്ട എന്നോ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നോ മറ്റൊരു ഏജൻസിയെ നിശ്ചയിക്കാനോ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ല. അങ്ങനെ വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ തന്നെ അതൊരു കോടതി അലക്ഷ്യമായിട്ട് മാറും. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ഗവൺമെന്റിന് എതിരെ നടത്തുന്ന നിങ്ങൾ ഈ സമരം, നിയമസഭയിൽ നടത്തുന്ന സമരം, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എതിരായിട്ടുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ മറുപടി കൊടുത്തതാണ്. ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ ഒരു പ്രതികരണമായിട്ടല്ലേ കാണാൻ പറ്റൂ അഡ്വക്കേറ്റ് അരുൺകുമാർ? കാരണം ഇതിപ്പോൾ നിങ്ങൾ സോണിയാഗാന്ധിയുടെ ചിത്രം ഉയർത്തുന്നു, അപ്പുറത്ത് മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും എതിരെയും ആരോപണം ഉയർത്തുകയാണ്. അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാകുമ്പോൾ ഏത് കാലത്തെയാണ് 98-ൽ വിജയ് മല്യ കൊണ്ടുവന്ന സ്വർണം, ആ സ്വർണം പൂശിയ പാളികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് ആരുടെ കാലത്താണ് എന്നുള്ള വിഷയം വരുമ്പോൾ അത് ഇടത് ഭരണകാലത്താണ് എന്നുള്ള വ്യക്തത വരുന്നു. ഇനി ആരൊക്കെയാണ് ജയിലിലുള്ളത് എന്ന് വരുമ്പോൾ അവർക്കും CPM ബന്ധമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായ ആരോപണം ഉയരും. അതിൽ മുൻ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടുമുള്ള ആരോപണം രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രീയമായ മറുപടിക്ക് പകരം തിരിച്ച് സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടില്ലേ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ ഇപ്പുറത്ത് അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണാനും പോറ്റി വന്നിട്ടില്ലേ എന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ കൂടിക്കാഴ്ചകളാണോ പ്രധാനം, മോഷണമാണോ പ്രധാനം? ഒന്നുമല്ല പ്രധാനം. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പറഞ്ഞ കൃത്യമായ നിരീക്ഷണമാണ് പ്രധാനം. ഈ അന്വേഷണ ഏജൻസിയെ വച്ചത് ഞങ്ങളാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സീൽഡ് കവറിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്കാണ് തരുന്നത്. ഞങ്ങൾ മാത്രമേ അത് പരിശോധിച്ചിട്ടുള്ളൂ. ഒരു മാധ്യമങ്ങളോ പുറത്തും മറ്റാരും ഈ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഇതിൽ പൂർണ്ണ തൃപ്തരാണ്. ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. 90 ദിവസം കൊണ്ട് അന്വേഷണം റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കേസിൽ, സാങ്കേതിക മികവ് കൊണ്ട് അന്വേഷിക്കേണ്ട കേസിൽ ഒരു കുഴപ്പവുമില്ല. കൃത്യമായി ജാമ്യം കിട്ടി എന്ന് വെച്ച് അവർ രക്ഷപ്പെട്ടു പോവുകയല്ല. അവരെ മാതൃകാപരമായി മുഴുവൻ കുറ്റവാളികളെയും ശിക്ഷിക്കുക, ആ ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് അന്വേഷണ ഏജൻസിയുടെയും കോടതിയുടെയും ഉത്തരവാദിത്വം. ജാമ്യം കിട്ടുന്ന ആളുകൾ നിരുപാധിക ജാമ്യമല്ല, കണ്ടീഷണൽ ബെയിലാണ്. അവർ കൃത്യമായി അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഓരോ ആഴ്ചയും ഹാജരാവണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, വലിയ ബോണ്ടുകൾ വെക്കണം. അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങളിൽ പെടാൻ പാടില്ല. ഏത് സമയത്ത് അന്വേഷണ ഏജൻസി വിളിച്ചാലും അവർ അന്വേഷണമായിട്ട് സഹകരിക്കണം. അങ്ങനെ കണ്ടീഷണൽ ബെയിലാണ്. അത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമുള്ള ബെയിലാണ്. ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൂട്ടി റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്താൽ, കുറ്റപത്രം കൊടുത്താൽ, ആ കുറ്റപത്രത്തിൽ പഴുതുകൾ ഉണ്ടെങ്കിൽ ആ കുറ്റപത്രത്തിനാണ് പ്രതികൾ മറുപടി കൊടുക്കേണ്ടത്. അവരെല്ലാം രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യം ഉറപ്പുവരുത്തുക എന്നതാണ് അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അതാണ് മറ്റൊരു കേസിലും സംഭവിക്കാത്തതുപോലെ 15 ദിവസത്തിനിടയിൽ ഓരോ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഞങ്ങൾ പരിശോധിച്ച് മോണിറ്ററിംഗ് നടത്തുന്നത്. ഇന്ന മേഖലകളിലേക്ക് അന്വേഷണം പോകണം എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ ഇപ്പോൾ ശരിയാകില്ല. ഈ അന്വേഷണ ഏജൻസിയെ കൃത്യമായിട്ടുള്ള, ശരിയും സത്യസന്ധവും സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി ഇന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ആരോപണമായിക്കോട്ടെ, ഇവരെ എന്ത് പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിച്ചോട്ടെ, ഈ അന്വേഷണ ഏജൻസിയെ അട്ടിമറിക്കാൻ, അന്വേഷണം പൂർത്തീകരിക്കാതിരിക്കാൻ, തട്ടിക്കൂട്ടി കുറ്റപത്രം കൊടുത്ത് പഴുതുകൾ ഉണ്ടാക്കാൻ, ആ പഴുതുകളുടെ പേരിൽ പലർക്കും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ അനുവദിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ ഇടപെടില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരാളെ പോലും സഹായിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ്
ഇവിടെ പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്തത്? ഒരു ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താമായിരുന്നല്ലോ. ഒന്നും നടത്തിയില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ നുണ പ്രചരിപ്പിച്ച് അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ UDFന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമത്തെയാണ് ഇന്ന് ഹൈക്കോടതി മിണ്ടരുത് എന്ന് പറയുന്ന നിങ്ങൾക്കും പൂർണ്ണ വിശ്വാസമെങ്കിൽ SIT ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് ചേർത്തിരിക്കുന്ന പത്മകുമാർ പാർട്ടിയിൽ തുടരുന്നത് എന്താണ് എന്ന ചോദ്യം നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിലൊരു തീരുമാനം എടുത്താൽ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഇല്ലാതെയാകുമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നിലപാടെടുക്കേണ്ടത് ആ വിഷയത്തിലായിരുന്നു. പക്ഷേ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണല്ലോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇത് കുറെ 3 മാസമായി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. 3 മാസമായിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് കൃത്യമായി ഇതിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ, അദ്ദേഹം സ്വർണം കട്ടുവെന്നോ അല്ലെങ്കിൽ ചെമ്പുപാളി പുറത്തേക്ക് കൊണ്ടുപോയെന്നോ വിറ്റുവെന്നോ അല്ലെങ്കിൽ തൊണ്ടി മുതൽ നശിപ്പിച്ചുവെന്നോ ഒരാരോപണമില്ല. ജീവനക്കാർ കൊണ്ടുവന്ന രേഖ വേണ്ടത്ര സൂക്ഷ്മതയോടെ പരിശോധിക്കാതെ ഒപ്പിട്ടു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് വരട്ടെ, കൃത്യമായി അതിന്റെ രേഖകൾ വരട്ടെ, മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ലല്ലോ ഇപ്പൊ വിഷയം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലെ ബജറ്റ് ചർച്ച വരെ തടസ്സപ്പെടുത്തി മാസങ്ങളായി ദിവസങ്ങളായി ദുരാരോപണം ഉന്നയിച്ച് ആ നിയമസഭയെ തന്നെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തെയാണ് ഇന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നത്. SITയുമായി ബന്ധപ്പെട്ട് കോടതി ഞങ്ങൾ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് ഇവിടെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ചെന്ന ഹർജിക്കാരോടാണ്. ആ ഹർജി ആരാണ് കൊടുത്തത്? BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, VHP, തന്ത്രി സമാജം. Debate with Smriti Parittikad.